കിഴക്കേ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ ചരിത്രമുറങ്ങുന്ന ഒരു കോട്ടയുണ്ട്. മൈസൂർ ആക്രമണങ്ങളുടെ പ്രമുഖമായ സ്മാരകമാണ് ഈ കോട്ട. ഇന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സംരക്ഷണത്തിലാണ് ഈ കോട്ട. വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന മലയാളികൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട പാലക്കാടൻ കോട്ടയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. ഇറ്റ്സ് മീ യുവർ വിമൽ വി ജസ്റ്റ് ടോക്ക്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിനോദസഞ്ചാരികൾക്ക് വേണ്ടി ഇന്നും തുറന്നു കിടക്കുന്ന ഈ കോട്ടയുടെ നടുവിൽ കാഴ്ചകൾ കണ്ടു നടക്കാൻ ഒരു പാതയും ഇരുവശങ്ങളിൽ പുൽമൈതാനവും ഉണ്ട്. 1756 കോഴിക്കോട് സാമൂതിരിയുടെ ശല്യം ഒഴിവാക്കാനായി മൈസൂർ രാജാവിൻ്റെ ഡിണ്ടിഗലിലുള്ള സേനാനായകനായ ഹൈദരാലിയെ ക്ഷണിക്കാൻ വേണ്ടി പാലക്കാട് രാജാവ് ഇട്ടിക്കൊമ്പനച്ചൻ തീരുമാനിച്ചു. 1757 തൻ്റെ സുഹൃത്തായ കല്ലേക്കുളങ്ങര രാഘവ പിഷാരടിയോട് ഒരു കോട്ടയ്ക്കുള്ള സ്ഥാനം കാണാൻ ആവശ്യപ്പെട്ടു. ഇവിടെ നിന്നാണ് പാലക്കാട് കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത്. ജ്യോതിഷശാസ്ത്രം, തച്ചുശാസ്ത്രം എന്നിവയിൽ വിദഗ്ധനായിരുന്ന കല്ലേക്കുളങ്ങര രാഘവ പിഷാരടി രാവണോദ്ഭവം ആട്ടക്കഥയുടെ കർത്താവ് എന്ന നിലയിലാണ് അദ്ദേഹം പിൽക്കാലത്ത് പ്രസിദ്ധനായത്. അന്ന് കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നത് മൺകോട്ടകളാണ്. അതിൽ നിന്നും ഏറെ വ്യത്യസ്തമായ ഒരു കരിങ്കൽ കോട്ട പണിയാൻ ആയിരുന്നു തീരുമാനം. ഇതിനുവേണ്ടി ഹൈദർ അലിയുടെ കയ്യാളായ മുഗ്രം അലി വടക്ക് ദർശനം വരുന്ന രീതിയിൽ കോട്ടയ്ക്ക് തറക്കല്ലിടുകയാണ്. വടക്കോട്ട് കോട്ടവാതിലും പടിഞ്ഞാറോട്ട് ആയുധപുരയുമാണ് അലി കണ്ട സ്ഥാനം. ഹൈദർ അലി ഖാൻ തെക്കേ മലബാറിൽ തൻ്റെതായ ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് പിന്നീട് പാലക്കാട് സാക്ഷ്യം വഹിക്കുന്നത്. ഈ കോട്ടയുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള വിഭാവനങ്ങൾ വളരെ സങ്കൂചം നിറഞ്ഞതായിരുന്നു. കോയമ്പത്തൂർക്കും മലബാർക്കുമുള്ള വാർത്താവിനിമയം ഊട്ടിയുറപ്പിക്കാനും മലബാറുമായുള്ള ആധിപത്യം സ്ഥാപിക്കാനുമുള്ള സാങ്കേതികമായി അദ്ദേഹം ഈ കോട്ടയെ പിന്നീട് വിഭാവനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് ഈ കോട്ടയുടെ പണി പൂർത്തിയാക്കുന്നത്. 1766 കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായി എന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനത്തിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചത്. ഫ്രഞ്ചുകാരനായ ഒരു എഞ്ചിനീയർ ആയിരുന്നു പാലക്കാടൻ കോട്ടയുടെ ശില്പി. തുപ്പാക്കിധാരികളായ ഭടന്മാർക്ക് ഒളിച്ചു നിൽക്കാനും ബീരങ്കിക്ക് അടുപ്പിക്കാനും സൗകര്യമുള്ള വിധത്തിലാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് VVK വാലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സേനാനായകനിൽ നിന്നും തുടങ്ങി മൈസൂർ രാജാവായുള്ള ഹൈദർ അലിയുടെ വളർച്ച ആരെയും അതിശയപ്പെടുത്തുന്ന ഒന്നാണ്. ആ കാലഘട്ടത്തിൽ തന്നോട് കോർക്കാൻ വന്നിട്ടുള്ള ഇട്ടിക്കൊമ്പി അച്ഛനെ ഹൈദർ അലി തടവിലാക്കി ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിനുശേഷം വിശ്വസ്തനായ ഇടവങ്ങി അച്ഛനെ പാലക്കാട്ടെ കരം പിരിക്കാൻ ചുമതലപ്പെടുത്തുന്നു. ഹൈദർ അലിയെ തുടർന്ന് മകനായ ടിപ്പു സുൽത്താനും പിന്നീട് ഈ കോട്ടയിൽ ആധിപത്യം ഉറപ്പിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ ഇംഗ്ലീഷ് മൈസൂർ യുദ്ധത്തിന്റെ ഭാഗമായി സർദാർ ഖാന്റെയും മേജർ അഭിഗണ്ണിന്റെയും നേതൃത്വത്തിലാണ് യുദ്ധം നടന്നത്. അതിലും 1782 യുദ്ധത്തിൽ ഈ കോട്ട നിർണായകമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് സൈന്യത്തെ നേരിടാൻ ഫ്രഞ്ചുകാരനായ ലാലിയുടെയും ടിപ്പു സുൽത്താന്റെയും നേതൃത്വത്തിലുള്ള സൈന്യം പുറപ്പെടുന്നത് ഈ കോട്ടയിൽ നിന്നാണ്. 1784 നവംബർ 15 ബ്രിട്ടീഷുകാർ കേണൽ ഫുള്ളാർട്ടന്റെ നേതൃത്വത്തിൽ നടന്ന 15 ദിവസത്തെ യുദ്ധത്തിനൊടുവിൽ പാലക്കാടൻ കോട്ട ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. സാമൂതിരിയുടെ ഭടന്മാരെ കോവിലകം ഏൽപ്പിച്ച് സൈന്യം പിന്നീട് പിന്മാറുകയാണ് ചെയ്തത്. എന്നാൽ ചരിത്രം പിന്നീട് സാക്ഷ്യം വഹിച്ചത് മറ്റൊരു ഇതിഹാസത്തിനാണ്. അവരെ അവിടെ നിന്നും തുരത്തി ആ കോട്ടയുടെ സർവാധികാരം മൈസൂർ സൈന്യത്തിന്റെ അധീനതയിൽ ആക്കാൻ ടിപ്പുവിന്റെ രാജതന്ത്രങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിനുശേഷം ഈ കോട്ടയെ മൈസൂർ സൈന്യം നാണയം അച്ചടിക്കാനുള്ള കമ്മട്ടമായി ഈ കോട്ടയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നിലവിലുണ്ടായിരുന്ന വീരരായൻ പണത്തിന് പകരം ഹൈദർ അലി എന്ന നാണയമാണ് പ്രഖ്യാപിച്ചത്. വീരരായൻ പണത്തിന് വരുത്തിയ പരിഷ്കാരങ്ങളായിരുന്നു ഇതെല്ലാം. 1786 സുൽത്താൻ പണം എന്ന പേരിൽ പുതിയ നാണയം നിർമ്മിക്കുകയും പ്രചാരത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. 22 കാശ് ഒരു വീരരായൻ പണത്തിന് തുല്യമായിരുന്നു. ഒരു സുൽത്താൻ പണം ലഭിക്കാൻ 26 മുതൽ 28 കാശ് വരെ നൽകണമായിരുന്നു. 1788 കൊച്ചിയിലെ രാജാവായിരുന്ന ശക്തൻ തമ്പുരാനുമായി ടിപ്പു സുൽത്താൻ കൂടിക്കാഴ്ച നടത്തിയത് ഈ കോട്ടയെ സാക്ഷി നിർത്തിയായിരുന്നു. ശക്തൻ തമ്പുരാനായിരുന്നു അതുവരെ കൊച്ചി ഭരിച്ച ഏറ്റവും മികച്ച തമ്പുരാക്കന്മാരിൽ ഒരാൾ. അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതഗാഥ യാത്രകളെക്കുറിച്ചും നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് കണ്ടു നോക്കുക. തിരുവിതാംകൂർ ആക്രമിക്കാനുള്ള തന്റെ ഉദ്ദേശം ശക്തൻ തമ്പുരാനോട് ടിപ്പു വെളിപ്പെടുത്തിയത് ഇവിടെ വെച്ചാണ്. മാത്രവുമല്ല അതിൽ കൊച്ചിയുടെ സഹായം ടിപ്പു ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ പദ്ധതിയിൽ നിന്നും ശക്തൻ തമ്പുരാൻ വളരെ തന്ത്രപരമായി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഈ യുദ്ധത്തിൽ തന്നോട് വിധേയത്വം പുലർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് ടിപ്പു കത്തെഴുതുന്നുണ്ട്.
അതിനും പാലക്കാടൻ കോട്ട തന്നെയാണ് സാക്ഷി. പാലക്കാടൻ കോട്ടയെ പറ്റി പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മച്ചാട്ടിളയത് ഇവിടെ വെച്ച് ടിപ്പുവിന്റെ ജാതകം ഗണിച്ചു കൊടുത്തുവെന്നും അതേപറ്റി പറഞ്ഞു കേൾക്കുന്നതും ഇപ്രകാരമാണ്. ഒരു തത്തയെ സ്വർണ്ണ ചങ്ങലയിൽ ബന്ധിച്ച് മുന്നിൽ നിർത്തിയ ശേഷം തത്തയുടെ മരണം എപ്പോഴാണെന്ന് ടിപ്പു മച്ചാട്ടിളയതിനോട് ചോദിച്ചത്രേ. മരണം ഉടനെയല്ല എന്നായിരുന്നു മറുപടി. ജ്യോതിഷത്തെ പരിഹസിച്ചുകൊണ്ട് ടിപ്പു വാളെടുത്തു തത്തയെ വെട്ടി. എന്നാൽ വെട്ടുകൊള്ളുന്നത് ചങ്ങലയ്ക്കാണ്. പിന്നീട് തത്ത പറന്നു പോവുകയും ജ്യോതിഷത്തിൽ ടിപ്പുവിന് വിശ്വാസം വരികയാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഇതേ തുടർന്നാണ് തന്റെ ജാതകം എഴുതാൻ ആവശ്യപ്പെടുന്നത്. പാലക്കാടൻ കോട്ടയിൽ താമസിക്കുകയാണെങ്കിൽ ജീവിതം സുരക്ഷയുള്ളതായിരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതായി ഒരു കഥ പറയപ്പെടുന്നു. ഈ കോട്ടയ്ക്ക് അടിമ കമ്പോളത്തിന്റെ ഒരു ചരിത്രവും പറയാനുണ്ട്. 100 പണം കൊടുത്താൽ 2 or 3 കുട്ടികളെ അടിമപ്പണി ചെയ്യാൻ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുമായിരുന്നു. ഒന്നോർക്കണം, ആ കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായി പോലും കാണാതെ ഒരു അടിമ വസ്തു എന്ന നിലയിൽ മാത്രം കണ്ട ഒരു കാലഘട്ടം കൂടിയായിരുന്നു. 1790-ൽ പാലക്കാട്ടെ മൈസൂർ ആധിപത്യം പൂർണ്ണമായും തകർന്നു. പിന്നീട് കോട്ടയുടെ നിയന്ത്രണം പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ ആവുകയാണ്. അവരുടേതായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും പിന്നീട് കോട്ടയിൽ കൊണ്ടുവരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ബ്രിട്ടീഷുകാർ പിന്നീട് അതൊരു ജയിലായി രൂപാന്തരപ്പെടുത്തുകയും തടവുകാരെ പാർപ്പിക്കുകയുമാണ് ചെയ്തത്. കോട്ടയ്ക്കുള്ളിൽ ഇന്നും കാണുന്ന ജയിൽ അതിന്റെ തുടർച്ചയാണ്. അനുസരണയില്ലാത്ത നാടുവാഴികളെയും മാടമ്പികളെയും ബ്രിട്ടീഷുകാർ ഇവിടെ തടവിലാക്കിയിരുന്നത്. അഭിധാന്യം പ്രശസ്തമായ പാലക്കാടൻ കോട്ടയുടെ ചരിത്രം ഇതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്.